എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പുഞ്ചിരി? നിങ്ങളുടെ ആ പുഞ്ചിരി എത്രത്തോളം മാറ്റങ്ങൾ വരുത്താറുണ്ട്? രേണു, ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും പുഞ്ചിരി സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരും. പുരോഹിതൻ, ഡോക്ടർ എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു ടീച്ചർ ചിരിച്ചാൽ ഞാൻ സന്തോഷമായിരിക്കും ക്ലാസ്സിലെ കുട്ടികൾക്ക്. തീർച്ചയായിട്ടും നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ കൗണ്ടറിലിരിക്കുന്ന ഒരു സ്റ്റാഫ് ചിരിച്ചുകൊണ്ട് സംസാരം തുടങ്ങിയാൽ എന്ത് സമാധാനമായിരിക്കും നമുക്ക്. ഒരു സർക്കാർ ഓഫീസിൽ ഒരു പുഞ്ചിരിയുടെ മുഖം ഉണ്ടെങ്കിൽ എന്തൊരു സമാധാനമായി. പുഞ്ചിരി എപ്പോഴും നല്ലതാണ്. പുഞ്ചിരി ഉണ്ടാകുക എന്നതിൻ്റെ അർത്ഥം സങ്കടങ്ങളില്ല എന്നല്ല. ആ സങ്കടങ്ങൾക്ക് മുകളിൽ നിൽക്കാൻ ഒരാൾ പഠിക്കുന്നതാണ് അയാളുടെ സന്തോഷവും പുഞ്ചിരിയും. നമ്മൾ ഓർത്തേക്കരുത് സങ്കടങ്ങളെല്ലാം മാറിയിട്ട് ചിരിക്കാൻ പറ്റുമെന്ന്. അതൊരു അൺറിയൽ വേൾഡാണ്. അങ്ങനെയൊന്നുമില്ല. ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം കാലം സങ്കടങ്ങളൊക്കെ പാർട്ട് ആൻഡ് പാഴ്സലാണ്. നമ്മുടെ ഉത്തോപ്യൻ സ്പിരിച്വാലിറ്റിയിലോട്ടൊന്നും പോകണ്ട. സങ്കടങ്ങളില്ലാത്തൊരു ലോകം. സങ്കടങ്ങളുള്ളപ്പോഴും അതിൻ്റെ മുകളിലൂടെ നടക്കുന്ന സന്തോഷം കണ്ടെത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് സ്പിരിച്വാലിറ്റി. അങ്ങനെ ഒരു ആർട്ട് കിട്ടിയവർക്കാണ് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത്. ഒരു പ്ലാസ്റ്റിക് പുഞ്ചിരിയൊന്നുമല്ല. ഇത് പറയുമ്പോൾ റീനു ഓർത്തേക്കരുത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് സങ്കടം ഉണ്ടാവും. മനുഷ്യരാകുമ്പോൾ എന്താ സങ്കടം ഉണ്ടാവും. ഇടയ്ക്ക് മുഖം മാടും, ഇടയ്ക്ക് നമ്മുടെ സങ്കടം മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെന്താണ് മെച്ചം? എത്രയും പെട്ടെന്ന് റീഗെയിൻ ചെയ്യുക സന്തോഷത്തെ, ആ പോസിറ്റിവിറ്റിയെ, ആ ഹോപ്പ് റീഗെയിൻ ചെയ്യുക. ചിലർക്ക് പറ്റുന്നത് അങ്ങ് അടിഞ്ഞ് താഴെ പോവും. എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളത്, റിവൈവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. യെസ്.